2023 ഇറങ്ങിയ വളരെ ഗംഭീരമായ ഒരു ചൈനീസ് ഫാന്റസി സിനിമയാണ് ക്രിയേഷൻ ഓഫ് ദി ഗോഡ്സ് കിങ്ഡം ഓഫ് സ്റ്റോംസ്. അടിപൊളി കഥയും മനോഹരമായ VFXും ബ്രഹ്മാണ്ഡമായ ആക്ഷൻ രംഗങ്ങളും പല വിധത്തിലുമുള്ള മോൺസ്റ്റേഴ്സും മാജിക്കും അങ്ങനെ എല്ലാം കൊണ്ടും ഈ സിനിമ ഒരു രക്ഷയുമില്ല. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. സിനിമയുടെ ഇതിവൃത്തം എന്താന്ന് വെച്ചാൽ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് നേരെ സിനിമയിലോട്ട് പോവാം. ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസോട് കൂടെയാണ് സിനിമ തുടങ്ങുന്നത്. കഴിഞ്ഞ 500 വർഷക്കാലമായിട്ട് ഷാങ് എന്നൊരു സാമ്രാജ്യമാണ് ചൈനയെ മൊത്തം അടക്കി വാഴുന്നത്. ഈ സാമ്രാജ്യത്തിനെ നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് എന്ന രീതിയിൽ 4 രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ രാജ്യത്തിനും ഓരോ രാജാവുണ്ട്. അതുപോലെ ഓരോ രാജാവിന് കീഴിലും 100 കണക്കിന് നാടുവാഴികളും ഉണ്ടായിരിക്കും. ഈ 4 രാജാക്കന്മാരും പിന്നെ അവരുടെ കീഴിലുള്ള എല്ലാ നാടുവാഴികളും അവരുടെ ഒരു മകന് ചെറുതിലെ തന്നെ ഷാങ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി ദാനം കൊടുക്കണം. അതാണ് ഷാങ് സാമ്രാജ്യത്തിന്റെ നിയമം. നൂറ്റാണ്ടുകളോളം കാലം 4 രാജാക്കന്മാരും എല്ലാ നാടുവാഴികളും ഷാങ് ചക്രവർത്തിയെ അനുസരിച്ച് ജീവിക്കുകയായിരുന്നു. എന്നാൽ ഒരിക്കൽ ജിൻസോ എന്നൊരു നാട്ടിലെ നാടുവാഴിയായ സൂഹു ഇനി ഞങ്ങൾ ഷാങ് സാമ്രാജ്യത്തിന് കീഴിലായിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം തന്നെ ചക്രവർത്തി ജിൻസോ നാടിനെ മൊത്തം നശിപ്പിക്കാൻ ഒരു പടയെ അയച്ചു. ആ പടയെ മൊത്തം സൂഹു കൊന്നുകളഞ്ഞു. അടുത്ത ദിവസം വീണ്ടും ഒരു വലിയ ആർമിയെ അയച്ചു. ഇത്തവണ ചക്രവർത്തിയുടെ 2ാമത്തെ മകനായി ഇൻഷോ ആണ് ആർമിയെ നയിക്കുന്നത്. ഇൻഷോ ആണ് കഥയിലെ വില്ലൻ. അടുത്ത് ആ യുദ്ധക്കളമാണ് കാണിക്കുന്നത്. ആദ്യം അയച്ച എല്ലാവരെയും കോട്ടയ്ക്ക് മുന്നിൽ കൊന്നിട്ടിരിക്കുന്നത് കാണാം. ഇൻഷോയും ആർമിയും കോട്ടയ്ക്ക് മുന്നിൽ അണിനിരുന്നു. ആർമിയിലെ ഒരു മെയിൻ ആളാണ് സിനിമയിലെ നായകനായ ജിഫ. അവൻ വെസ്റ്റ് രാജ്യത്തിലെ രാജാവിന്റെ മകനാണ്. ജേഹോ ആണ് അവന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. ജേഹോ ആണെങ്കിൽ ഇൻഷോയുടെ മകനുമാണ്. യവന്മാരെയൊക്കെ കാണാൻ ഏതാണ്ട് എല്ലാം ഒരേപോലെ തോന്നും. സോ കൺഫ്യൂസ് ആവാതിരിക്കാൻ യവന്മാരുടെ പേരുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. എന്തായാലും ഇൻഷോ വന്നിട്ട് ആദ്യം സുഹുവിന്റെ മകനെ മുന്നിൽ നിർത്തി. നീ കീഴടങ്ങിയില്ലെങ്കിൽ നിന്റെ മകനെ കൊന്നുകളയുമെന്ന് ഇൻഷോ പറഞ്ഞു. പക്ഷേ സൂഹു മറുപടിയായിട്ട് കുറെ അമ്പുകൾ അയക്കുകയാണ് ചെയ്തത്. അതായത് മകനെ കൊന്നുകളഞ്ഞാലും കീഴടങ്ങാൻ ഉദ്ദേശമില്ലെന്ന് അർത്ഥം. അപ്പോൾ നീ സ്വയം നിന്റെ ജീവൻ എടുക്കെന്ന് ഇൻഷോ പറഞ്ഞു. ഉടൻ തന്നെ അവൻ അതുപോലെ അനുസരിക്കുകയും ചെയ്തു. സംഭവം ഈ നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും ഒക്കെ മക്കളെ ചെറുതിലെ തന്നെ കൊട്ടാരത്തിലേക്ക് അയക്കുന്നത് കൊണ്ട് ചക്രവർത്തി അവര് സ്വന്തം അച്ഛന്റെ സ്ഥാനത്തിലാണ് കാണുന്നത്, സാമ്രാജ്യത്തിനെ സ്വന്തം കുടുംബമായിട്ടും. അതുകൊണ്ട് തന്നെ അവരെല്ലാം സാമ്രാജ്യത്തിനോട് ഭയങ്കര ലോയലാണ്. സാമ്രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാനും അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോ ഇൻഷോ പറഞ്ഞ ഉടനെ ഒരു മടിയും കാണിക്കാതെ അവൻ സ്വന്തം ജീവൻ എടുത്തത്. എന്തായാലും ശേഷം യുദ്ധം തുടങ്ങി. കോട്ട മതിലൊക്കെ പൊളിച്ചു കളഞ്ഞ് ഇൻഷോയുടെ ആൾക്കാർ ഉള്ളിൽ കയറാൻ നോക്കി. പക്ഷെ കോട്ടയ്ക്ക് മുന്നിൽ സുഹുവിന്റെ ആർമി നിറയെ പെട്രോൾ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷോയുടെ ആർമി അടുത്തെത്തിയതും ആ പെട്രോൾ അങ്ങ് കത്തിച്ചു. തീ കണ്ടതും കുതിരകളൊക്കെ പേടിച്ച് പിന്നെ മുന്നോട്ട് പോയില്ല. അപ്പോൾ കുതിരകളുടെ കണ്ണ് മൂടിക്കെട്ടാൻ ഇൻഷോ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചെയ്തപ്പോൾ കുതിരകൾ തീയും മറികടന്നു പോയി കോട്ടയ്ക്കുള്ളിൽ കയറി. അങ്ങനെ ഇൻഷോയുടെ ആർമി ജിൻസു നാടിനെ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. സൂഹുവും കുടുംബവും അതിനിടയിൽ ഓടി രക്ഷപ്പെടാൻ നോക്കി. എന്നാൽ ഇൻഷോയും കുറച്ച് പടയാളികളും അവരെ പിന്തുടർന്ന് പിടികൂടി. എന്നിട്ട് സുഹുവിനെയും അവന്റെ മക്കളെയും എല്ലാം അവരെ കൊന്നുകളഞ്ഞു. സുഹുവുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ ഇൻഷോയ്ക്ക് കുറച്ച് മുറിവുകൾ പറ്റിയിരുന്നു. ആ മുറിവിൽ നിന്നും കുറച്ച് രക്തം ഒരു പാറയ്ക്കുള്ളിൽ ചെന്ന് വീഴുന്നതും കാണാം. പക്ഷെ അതൊരു സാധാരണ പാറയല്ല. ആ പാറയ്ക്കുള്ളിൽ എന്തോ ഉണ്ടായിരുന്നു. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ശേഷം കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ സുഹുവിന്റെ മോള് മാത്രം ജീവനോടെയുണ്ട്. ഇവളെ നമുക്ക് ഫോക്സ് എന്ന് വിളിക്കാം. അതിന്റെ കാരണം എന്താണെന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. അവള് വളരെ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. അവളെ ഇൻഷോ അവന്റെ അടിമയാക്കി. അന്ന് വൈകുന്നേരം അവര് ജിൻസോയിൽ തന്നെ ക്യാമ്പൊക്കെ കൂട്ടി അവിടെ തങ്ങി. എല്ലാവരും ആഹാരം കഴിക്കുന്നതിനിടയിൽ സുഹുവിന്റെ മകനെ ഓർത്ത് ജിഫ സഹതപിച്ചു. അപ്പോൾ നോർത്ത് രാജാവിന്റെ മകൻ ലിയു ഈ സാമ്രാജ്യത്തിനെ ചതിച്ച വഞ്ചകന്റെ മോനാണ് അവൻ. അതുകൊണ്ട് അവനെ ഓർത്ത് സഹതപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാം. നിനക്ക് നിന്റെ കുടുംബത്തിനൊക്കെ ആകെ അറിയാവുന്നത് കൃഷിപ്പണിയല്ലേ. നിന്റെ അടുത്ത് സാമ്രാജ്യത്തിനെ കുറിച്ച് പറഞ്ഞാൽ വല്ലതും മനസ്സിലാവൂ. നിന്റെ അടുത്ത് വരുമ്പോ തന്നെ വളത്തിന്റെ സ്മെല്ലാണല്ലോടെ എന്നൊക്കെ പറഞ്ഞ് ജിഫയെ കളിയാക്കി. അപ്പൊ ജിഫ, നിന്റെ കുടുംബത്തിന്റെ പണ്ട് ഇറച്ചി വിട്ടായിരുന്നല്ലോ, അതുകൊണ്ട് നിന്റെ അടുത്ത് വരുമ്പോ പന്നിയുടെ സ്മെല്ലാണ് എന്നും പറഞ്ഞ് തിരിച്ചു കളിയാക്കി. അങ്ങനെ അവന്മാര് രണ്ടും കൂടെ പരസ്പരം അടിയായി. ഈ സമയം ഇവിടെ ഇൻഷോയുടെ കൂടാരത്തിൽ നിനക്ക് ഈ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാകാൻ മോഹമുണ്ടെന്ന കാര്യം എനിക്കറിയാം, അതിന് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് ഫോക്സ് പറഞ്ഞു. ഒന്നുമല്ലാത്ത നീ എങ്ങനെ എന്നെ സഹായിക്കുമെന്ന് അയാൾ പരിഹാസത്തോടെ ചോദിച്ചു. അപ്പോൾ അവൾ അവന്റെ മുറിവിൽ ചെന്ന് നക്കി. ജസ്റ്റ് ഒരു നക്ക് നക്കിയതും ആ മുറിവ് പൂർണ്ണമായും മാറി. ആ മുറിവിന്റെ ചെറിയൊരു പാട് പോലും ബാക്കിയില്ല. അപ്പോൾ ഇവൾക്ക് എന്തോ അമാനുഷിക ശക്തികളുണ്ടെന്ന് ഇൻഷോയ്ക്ക് മനസ്സിലായി. അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് പച്ച കളറാകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ഇൻഷോയും ആർമിയും തിരിച്ച് ചക്രവർത്തിയുടെ നാടായ സാവൂഗ് സിറ്റിയിലെത്തി.
ചക്രവർത്തിയും മൂത്ത മകൻ കീയും ചേർന്ന് അവരെ വരവേറ്റു. സൂഹുവിന്റെ തല ഇൻഷോ അവർക്ക് സമ്മാനമായിട്ട് കൊടുത്തു. അന്ന് രാത്രി ചക്രവർത്തിക്ക് മുന്നിൽ കുറെ പടയാളികൾ ചേർന്ന് യുദ്ധത്തിന്റെ അഭ്യാസങ്ങളൊക്കെ വെച്ച് ഡാൻസ് കളിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ ജിഫയും ജാഹോയും ഒക്കെയുണ്ട്. ഇടയ്ക്ക് കീയും ഒരു വാളെടുത്ത് ഡാൻസ് കളിക്കാൻ തുടങ്ങി. എന്നിട്ട് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ചക്രവർത്തിയുടെ നെഞ്ചിൽ തന്നെ ആ കത്തി ഇറക്കി. അങ്ങനെ ചക്രവർത്തി പടമായി. എല്ലാവരും അത് കണ്ട് ഷോക്കായി പോയി. ഇടയ്ക്ക് അയാളുടെ കണ്ണുകൾ പച്ച നിറമാകുന്നത് കാണാം. അപ്പോൾ ഇതിന്റെ പിന്നില് ഫോക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. അടുത്ത അയാള് ഇൻഷോയെ കൊല്ലാൻ വന്നതും ജിഫ പുറകിലൂടെ വന്ന് അയാളെ തള്ളിയിട്ടു. നിലത്ത് വീണപ്പോ അബദ്ധത്തിൽ കീയുടെ വാള് അവന്റെ കഴുത്തു തന്നെ അറുത്തു. അങ്ങനെ കീയും കൊല്ലപ്പെട്ടു. ഒരേ ദിവസം തന്നെ ചക്രവർത്തിയും മൂത്ത മകനും തീർന്നു. അപ്പോൾ ഇനി അടുത്ത ചക്രവർത്തി ഇൻഷോയാണ്. അറിയാതെയാണെങ്കിലും രാജകുടുംബത്തിലെ ഒരാളെ കൊന്നതുകൊണ്ട് ജിഫയ്ക്ക് ഇൻഷോ മരണശിക്ഷ കൊടുക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ നീ ചെയ്തത് വലിയൊരു സേവനമാണെന്നും പറഞ്ഞ് ഇൻഷോ അവന് മാപ്പ് കൊടുത്തു. അടുത്ത് കുൻലുൻ എന്നൊരു സിറ്റിയിലെ രംഗമാണ് കാണിക്കുന്നത്. ഇത് ദൈവങ്ങളുടെ ഒരു സിറ്റിയാണ്. മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത തരത്തിൽ ആകാശത്തിൽ ഒരുപാട് മുകളിലാണ് ഈ സിറ്റി. ഇവിടെയുള്ള ദൈവങ്ങളെല്ലാം മരണമില്ലാത്തവരാണ്. ഇവിടെ പ്രധാന ദൈവങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. ലോകം മുഴുവനും ഇപ്പോൾ ചതിയും വഞ്ചനകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മനുഷ്യരാശി മൊത്തം മൃഗങ്ങളെ പോലെ നീചരായി മാറിയിരിക്കുന്നു. അതിനെല്ലാത്തിനും പുറമെ ഇപ്പോൾ രാജകുടുംബത്തിൽ നടന്ന ചതിയും കൂടെ ആയപ്പോൾ ലോകത്തിന്റെ മേലൊരു ശാപം വീണിരിക്കുകയാണ്. ഇനി കുറച്ച് പതിറ്റാണ്ടുകൾക്കുള്ളിൽ ലോകത്തിലെ സകല ജീവജാലങ്ങളും നശിക്കും. പതിയെ പതിയെ ലോകം മുഴുവൻ നരകമായി മാറും. ഇങ്ങനൊരു സന്ദർഭം വരുമെന്ന് മുൻകൂട്ടി കണ്ട ന്യൂവ എന്നൊരു ദേവത 10,000 വർഷങ്ങൾക്ക് മുന്നേ ഫെൻഷൻ ബാങ് എന്നൊരു സ്ക്രോള് നിർമ്മിച്ചിരുന്നു. ഈ സ്ക്രോൾ ഉപയോഗിച്ചാൽ ഇപ്പോൾ ലോകത്തിന്റെ മേൽ വീണിട്ടുള്ള ശാപം നീക്കാൻ കഴിയും. 4 ദിക്കും അടക്കി ഭരിക്കുന്ന ഒരു ചക്രവർത്തിക്ക് മാത്രമേ ഈ സ്ക്രോൾ ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനെ താഴെ ഭൂമിയിൽ ചെന്ന് ഈ സ്ക്രോളിനെ ചക്രവർത്തിയുടെ പക്കൽ ഏൽപ്പിക്കാൻ ദൈവങ്ങൾ തീരുമാനിച്ചു. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ദൈവം ഈ സ്ക്രോള് തൊട്ടുകഴിഞ്ഞാൽ ആ ദൈവം വെറും സാധാരണ മനുഷ്യനായിട്ട് മാറും. അതുകൊണ്ട് ഇതാര് ചെയ്യുമെന്ന് പറഞ്ഞ് അവര് ചർച്ച ചെയ്യുകയായിരുന്നു. അതിനിടയിൽ അവിടെ വേറെ 3 ദൈവങ്ങൾ വന്നു. ഈ എയറിൽ നിൽക്കുന്നവർക്കൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പ്രായമുണ്ട്. വാ തുറക്കാതെ മൈൻഡ് വോയിസിലൂടെ തന്നെ അവർക്കെല്ലാവരോടും സംസാരിക്കാനൊക്കെ സാധിക്കും. എന്നാൽ ഈ 3 പേരും പുതിയ ദൈവങ്ങളാണ്. നെസ എന്നാണ് ഈ കുട്ടി ദൈവത്തിന്റെ പേര്. ഇവൻ യാങ്. താടിയുള്ള പ്രായം ചെന്നയാള് സിയ. നിങ്ങൾക്കൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഈ ലോകത്തിന് ആവശ്യമാണ്. എന്നാൽ എനിക്കാണെങ്കിൽ ഏതാനും ചില പതിറ്റാണ്ടുകളുടെ എക്സ്പീരിയൻസേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ മനുഷ്യനായിട്ട് മാറിയാലും അതൊരു വലിയ പ്രശ്നമല്ല. അതുകൊണ്ട് ഈ സ്ക്രോള് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സിയയും കൂട്ടരും എത്തിയത്. അങ്ങനെ അവർ ആ സ്ക്രോള് സിയയ്ക്ക് നൽകിയ ശേഷം അത് ചക്രവർത്തിയെ ഏൽപ്പിക്കാൻ 3 പേരെയും ലോകത്തിലേക്ക് അയച്ചു. അടുത്ത ദിവസം ഇവിടെ ഭൂമിയില് ഇൻഷോയെ പുതിയ ചക്രവർത്തിയായിട്ട് പട്ടാഭിഷേകം ചെയ്യുന്ന ദിവസമായിരുന്നു. പക്ഷേ കിരീടം വയ്ക്കാൻ നിന്നതും പെട്ടെന്ന് സൂര്യൻ മറയാൻ തുടങ്ങി. അപ്പോൾ ലോകത്തിനു മേൽ ശാപം വീണിരിക്കുകയാണെന്ന് കൊട്ടാരത്തിലെ വയസ്സനായ സിദ്ധന് മനസ്സിലായി. ദൈവങ്ങളെ പ്രീതിപ്പെടുത്തി ഈ ശാപം നീക്കാൻ ഞാൻ 100 മനുഷ്യരെ ബലി കൊടുക്കാമെന്ന് ഇൻഷോ പറഞ്ഞു. പക്ഷേ 100 അല്ല, ഈ ഭൂമിയിലെ സകല മനുഷ്യരെയും ബലി കൊടുത്താലും ഈ ശാപം മാറില്ലെന്നാണ് സിദ്ധൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇത് മാറാൻ എന്ത് ചെയ്യണമെന്ന് ഇൻഷോ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ശാപം നൂറ്റാണ്ടുകൾക്ക് മുൻപും ഒരിക്കൽ ലോകത്തിന് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും ശാപം മാറാത്തതുകൊണ്ട് അന്നത്തെ ചക്രവർത്തി ഒരു വലിയ ബലിപീഠം പണിതു. എന്നിട്ട് ആ ബലിപീഠത്തിൽ അദ്ദേഹം സ്വയം തീയിൽ ചാടി ജീവനൊടുക്കി. അപ്പോഴാണ് ശാപം മാറിയത്. അതുപോലെ തന്നെ താങ്കളും ചെയ്യേണ്ടി വരുമെന്ന് സിദ്ധൻ പറഞ്ഞുകൊടുത്തു. എന്നാ പിന്നെ ഞാനും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നാളെ തന്നെ ഗംഭീരമായ വലിയൊരു ബലിപീഠം പണിത് തുടങ്ങണമെന്ന് ഇൻഷോ ആജ്ഞാപിച്ചു. ലോകത്തിനെ രക്ഷിക്കാൻ സ്വന്തം ജീവനെടുക്കാൻ തയ്യാറായ ചക്രവർത്തിക്ക് മുന്നിൽ ആദരവോടെ എല്ലാവരും തല കുമ്പിട്ട് നിന്നു. അയാൾ അങ്ങനെ പ്രഖ്യാപിച്ചപ്പോഴാണ് സൂര്യന്റെ ഇരുട്ട് മാറിയത്. അന്ന് രാത്രി ഇൻഷോയെ കാണാൻ വേണ്ടി ജാഹോ ചക്രവർത്തിയുടെ അറയിലോട്ട് പോവുകയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വെള്ള കുറുനരി ഒരു പെണ്ണിനെ കൊന്നു തിന്നുന്നത് കണ്ടു. അതൊരു സാധാരണ കുറുനരിയല്ല, മറിച്ച് അതൊരു ഡീമൺ ആണെന്ന് അവന് മനസ്സിലായി. ജാഹോ പെട്ടെന്ന് അതിനെ ചെന്ന് പിടിക്കാൻ നോക്കി. പക്ഷേ ജാഹോയെ കണ്ടതും അത് വേഗം ഓടി രക്ഷപ്പെട്ടു. അതിനെ തുരത്തുന്നതിനിടയിൽ ജിഫയെ കണ്ടു. അങ്ങനെ അവര് 2 പേരും കൂടെ അതിനെ തുരത്തി. അവസാനം അത് ചക്രവർത്തിയുടെ അറയിൽ കയറിപ്പോയി. അത് ചിലപ്പോൾ ചക്രവർത്തിയെ കൊല്ലാൻ പോകുന്നതായിരിക്കുമെന്ന് ഭയന്ന് 2 പേരും വേഗം അങ്ങോട്ട് പോയി. പക്ഷെ അവിടെ എത്തിയപ്പോ ആ ഡീമനെ കാണുന്നില്ല. വാളും കൊണ്ട് രാത്രി തന്റെ അറയിൽ ഓടിക്കേറി വന്ന ജാഹോയെ കണ്ടപ്പോൾ അടുത്ത ചക്രവർത്തി ആകാൻ മോഹിച്ച് അവൻ തന്നെ കൊല്ലാൻ വന്നതാണെന്നാണ് ചക്രവർത്തി കരുതിയത്. എന്നാൽ ഇങ്ങോട്ട് ഒരു ഡീമൻ കയറി വന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് ജാഹോ പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ഡീമനുമില്ല, കൂടുതൽ സംസാരിക്കാതെ 2 എണ്ണം ഇറങ്ങി പോയനടാ എന്ന് ഇൻഷോ പറഞ്ഞു. ആ സമയത്തിലാണ് അവിടെ ഫോക്സിനെ കണ്ടത്. അച്ഛന്റെ കൂടെ അവളെ കണ്ടതും ജാഹോയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. കാരണം ഇപ്പൊ കൂടുതൽ സമയവും ഇൻഷോ ഫോക്സിന്റെ കൂടെയാണ്. സ്വന്തം ഭാര്യയെ പോലും തിരിഞ്ഞു നോക്കാറില്ല. അത് മാത്രമല്ല, ഇത്രയും ദൂരം വന്നിട്ട് ഇവിടെ എത്തിയ ശേഷം പിന്നെ ആ ഡീമനെ കാണുന്നില്ല.
അങ്ങനെയെങ്കിൽ ആ ഡീമൺ ഒരുപക്ഷെ ഇവളായിരിക്കുമെന്നും അവന് സംശയം തോന്നി. പക്ഷെ ദേഷ്യം വന്നെങ്കിലും അവനൊന്നും മിണ്ടിയില്ല. സംഭവം അവന്റെ സംശയം ശരിയായിരുന്നു. ആ ഡീമൺ യഥാർത്ഥത്തിൽ ഇവളുടെ ദേഹത്തിലാണുള്ളത്. ഇപ്പൊ മനസ്സിലായി ഇവളെ ഫോക്സ് എന്ന് വിളിക്കാനുള്ള കാരണം. എന്തായാലും അടുത്ത് വെസ്റ്റ് രാജ്യത്തിലെ രംഗമാണ് കാണിക്കുന്നത്. അതായത് ജിഫയുടെ അച്ഛന്റെ രാജ്യം. ചാങ് എന്നാണ് രാജാവിന്റെ പേര്. അവിടെ സിക്കി എന്ന സിറ്റിയിലാണ് രാജാവിന്റെ കൊട്ടാരം. ഈ രാജ്യം മുഴുവനും കൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കണ്ണെത്തുന്ന ദൂരത്തോളം നെൽപ്പാടങ്ങൾ നിരന്നു കിടക്കുന്നത് കാണാം. പക്ഷെ ഇപ്പോൾ എന്തോ കാരണത്താൽ കൃഷി മുഴുവൻ നശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് തന്റെ മൂത്ത മകനോട് ചാൻ സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് പുതിയ ചക്രവർത്തിയെ കിരീടമണിയിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു അറിയിപ്പ് കിട്ടിയത്. പുതിയ ചക്രവർത്തി അധികാരത്തിൽ വരുമ്പോൾ ബഹുമാന സൂചകമായിട്ട് 4 രാജാക്കന്മാരും ചക്രവർത്തിയെ കാണാൻ പോണം. അതാണ് സാമ്രാജ്യത്തിന്റെ രീതി. അങ്ങനെ തന്റെ രാജ്യത്തിന് ഇക്കോയെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം സാവോഗിലേക്ക് യാത്ര തിരിച്ചു. ഈ സമയം ഇവിടെ സാവോഗിൽ ബലിപീഠത്തിന്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിനേക്കാൾ പല മടങ്ങ് വലിപ്പമുള്ള ഒരു പടുകൂറ്റൻ നിർമ്മിതിയാണ് അവര് ബലിപീഠമായിട്ട് നിർമ്മിക്കുന്നത്. ദൈവങ്ങൾ അയച്ച 3 പേരും സാവോഗിലെത്തിയ സമയത്ത് ബലിപീഠത്തിന്റെ ഏറ്റവും മുകളിൽ നിന്നും വളരെ വലിയ കുറെ തടികൾ താഴെ വീഴാൻ വരുന്നത് കണ്ടു. താഴെ ഒരുപാട് മനുഷ്യരുണ്ട്. അത് വന്ന് വീണാൽ ആ മനുഷ്യരെല്ലാം ചമ്മന്തിയാകും. അതുകൊണ്ട് സിയ പെട്ടെന്ന് പറന്നു ചെന്ന് ആ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ചാടി. പക്ഷെ പുള്ളിക്കാരന് പറക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് തന്റെ ശക്തികളെല്ലാം പോയല്ലോ എന്ന കാര്യം അയാൾ ഓർക്കുന്നേ. എന്നാ പിന്നെ നിങ്ങൾ പോയി രക്ഷിക്കെന്ന് സിയ പറഞ്ഞു. ഉടനെ നെസ പറന്നു ചെന്ന ആ തടികളൊന്നും താഴെ വീഴാതെ അതിനെ മൊത്തം അവളുടെ മാജിക് ഷോൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി. ഇടയ്ക്ക് ഒരു തടി താഴെ വീഴാൻ വന്നതും യാങ് പുഷ്പം പോലെ അതിനെ പിടിച്ചെടുത്തു. അതൊക്കെ കണ്ടപ്പോൾ ഇവരെ ദൈവങ്ങളാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഈ സമയം കൊട്ടാരത്തിലെ ഇൻഷോ പലയിടങ്ങളിൽ നിന്നും കുറെ ദുർമന്ത്രവാദികളെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ സംഭവം ഇയാൾക്ക് മരിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. അതുകൊണ്ട് തീയിൽ വീണാലും വെന്ത് മരിക്കാതിരിക്കാൻ എന്തെങ്കിലും മന്ത്രവിദ്യ പഠിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ദുർമന്ത്രവാദികളെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പക്ഷെ ഒരുത്തനും അതിനുള്ള വിദ്യകളൊന്നും അറിയില്ല. എന്നാൽ അവസാനം ഷെങ് എന്ന ഒരുത്തൻ വന്നു. അവൻ പല കഴിവുകളുമുള്ള ഒരുത്തനാണ്. സ്വന്തം തല ശരീരത്തിൽ നിന്നും വേർപെടുത്തിയാലും അവന് ജീവനോടെ ഇരിക്കാൻ കഴിയും. ഇത്രയും ചെയ്യാൻ കഴിയുന്ന എനിക്ക് തീയൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നാണ് ഷെങ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ തീയിൽ അതിജീവിക്കുന്ന വിദ്യ എനിക്കും പഠിപ്പിച്ചു തരണമെന്ന് ഇൻഷോ പറഞ്ഞു. എന്നിട്ട് അത് എത്ര നാൾ കൊണ്ട് പഠിക്കാൻ പറ്റുമെന്നും ചോദിച്ചു. അപ്പോ ഷെങ്, ഞാനത് പഠിക്കാൻ ഏതാണ്ട് ഒരു 1000 വർഷങ്ങൾ എടുത്തു കാണും. പക്ഷെ ചക്രവർത്തി പേടിക്കണ്ട, ഞാനല്ലേ കൂടെയുള്ളേ. താങ്കൾക്ക് ഞാനത് വെറും 500 വർഷങ്ങൾ കൊണ്ട് പഠിപ്പിച്ചു തരാം. അത് കേട്ടതും ഇൻഷോയ്ക്ക് ദേഷ്യം വന്നു. കാരണം അയാൾക്കിനി 500 വർഷങ്ങളൊന്നും ഇല്ലല്ലോ, ആകെ ഏതാനും ചില ആഴ്ചകളേ ഉള്ളൂ. അപ്പൊ ഇവനും വെറും വേസ്റ്റ് ആണെന്ന് ചക്രവർത്തിക്ക് തോന്നി. ആ സമയത്തിലാണ് അവിടെ 3 പേരെയും കൊണ്ട് ജാഹോ എത്തിയത്. ഇവര് സ്വർഗത്തിൽ നിന്നും ചക്രവർത്തിയെ കാണാൻ വന്നവരാണെന്ന് ജാഹോ പറഞ്ഞതും എല്ലാവരും അത്ഭുതപ്പെട്ടു. നിങ്ങൾ എന്തിനാണ് എന്നെ കാണാൻ വന്നതെന്ന് ഇൻഷോ ചോദിച്ചപ്പോൾ സിയാൻ നേരത്തെ കണ്ട സ്ക്രോൾ എടുത്തു കൊടുത്തു. എന്നിട്ട് ഇത് ഭയങ്കര ശക്തിയുള്ള ഒരു സ്ക്രോൾ ആണ്, ഇത് തുറന്നാൽ ഈ ശാപവും നീങ്ങും, അതോടൊപ്പം താങ്കൾക്ക് ഒരുപാട് ശക്തികൾ കിട്ടുമെന്നും സിയാൻ പറഞ്ഞു കൊടുത്തു. ഷെങ്ങും ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഇത് ശരിക്കുമുള്ള സ്ക്രോൾ തന്നെയാണോ എന്ന് അവന് സംശയം തോന്നി. അവൻ ഈ സ്ക്രോളിനെ കുറിച്ചൊക്കെ എല്ലാം അറിയാം. ഒരുപാട് കാലമായിട്ട് അവൻ ഇതിനെ തേടി നടക്കുകയായിരുന്നു. ഇൻഷോ അത് തുറക്കാൻ നിന്നതും ചിലപ്പോൾ താങ്കളെ ദുർമന്ത്രവാദത്തിൽ കൊടുക്കാൻ അതിനുള്ളിൽ എന്തെങ്കിലും ദുഷ്ടശക്തി ഉണ്ടായിരിക്കും, അതുകൊണ്ട് അത് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തുറക്കുന്നതായിരിക്കും നല്ലതെന്ന് ഷെങ് പറഞ്ഞു കൊടുത്തു. എങ്ങനെ ടെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഇത് യഥാർത്ഥ സ്ക്രോൾ ആണെങ്കിൽ ഇതിനെ മരിച്ച് അധിക നേരമായിട്ടില്ലാത്ത ഒരു ശരീരത്തിന്റെ അടുത്ത് വെച്ചാൽ ആ ശരീരത്തിൽ നിന്നും ആത്മാവിറങ്ങി ഈ സ്ക്രോളിലേക്ക് കയറുന്നത് കാണാൻ കഴിയും. അപ്പോൾ നമുക്കിത് യഥാർത്ഥ സ്ക്രോൾ ആണെന്ന് ഉറപ്പിക്കാമെന്ന് ഷെങ് പറഞ്ഞു. അത് കേട്ട ഉടൻ കൂടുതൽ ചിന്തിക്കാൻ പോലും നിൽക്കാതെ ഇൻഷോ അടുത്തു നിന്ന് ഒരു ജോലിക്കാരനെ അങ്ങ് കൊന്നുകളഞ്ഞു. അപ്പോൾ ആ ശരീരത്തിൽ നിന്നും ആത്മാവ് സ്ക്രോളിൽ കയറിപ്പോയി. അത് കണ്ടതും ഒന്നും ചിന്തിക്കാതെ ഒരു പാവം മനുഷ്യനെ അങ്ങ് കൊന്നുകളയാൻ മനസ്സ് വന്ന ഒരു ചക്രവർത്തി എങ്ങനെ തന്റെ സാമ്രാജ്യത്തിനെ സംരക്ഷിക്കുമെന്ന് സിയയ്ക്ക് തോന്നി. അത് മാത്രമല്ല, ഈ സ്ക്രോള് ദുഷ്ടന്റെ കയ്യിൽ കിട്ടിയാൽ അതിനെ വെച്ച് ലോകത്തിനെ നശിപ്പിക്കാൻ പോലും സാധിക്കും. ഇൻഷോ വെറും ദുഷ്ടനാണെന്ന് സിയ ഇപ്പോ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് സ്ക്രോള് തുറക്കേണ്ട വിധം ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് സിയാൻ നൈസായിട്ട് ആ സ്ക്രോളിനെ തിരിച്ചു വാങ്ങി. എന്നിട്ട് അതും കൊണ്ട് അവിടുന്ന് വേഗം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അയാൾക്കു ചുറ്റും ഗോഡ്സ് വട്ടം കൂടി. വാതിലുകളൊക്കെ അങ്ങ് അടച്ചിട്ടു. ഭാഗ്യത്തിന് വാതിൽ അടയ്ക്കുന്നതിന് മുന്നേ നെസയുടെ മാജിക് ഷോള് സിയയെ പുറത്തു കൊണ്ടുവിട്ടു. എന്നിട്ട് നെസയും യാങ്ങും കൂടെ ആ ഗോഡ്സിനെ എല്ലാം പുല്ല് പോലെ അടിച്ച് പറത്തി. ഷെങ്ങും അവരെ തടയാൻ നോക്കി. പക്ഷെ അവരുടെ ശക്തിക്ക് മുന്നിൽ ആർക്കും അവരെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം പൂട്ടിയിട്ട വാതിലൊക്കെ പപ്പടം പൊടിക്കുന്നത് പോലെ തകർത്ത് കളഞ്ഞിട്ട് അവരും നിഷ്പ്രയാസം പുറത്തു കടന്നു. ഈ സമയം സിയ ഒരു കുതിരയിൽ കയറി സിറ്റി കടന്നിരുന്നു. ജാഹോയും അയാളെ ഫോളോ ചെയ്തു പോയി.
അവസാനം സന്ധ്യാസമയമായപ്പോ ഒരു കാട്ടിലെ മലയ്ക്ക് മുകളിൽ വെച്ച് അവൻ സിയയെ കണ്ടുമുട്ടി. വളരെ ഡേഞ്ചറസ് ആയ ഒരു വഴിയിലൂടെ അയാൾ ആ മല കടന്നു പോകാൻ ശ്രമിക്കുകയാണ്. ജാഹോയും പിന്നാലെ പോയി. ഒരടി മാറിയാൽ തന്നെ നേരെ അങ്ങ് താഴെ പോകും. താഴെ എത്തുന്നതിന് മുന്നേ അങ്ങ് മുകളിലെത്തുകയും ചെയ്യും. അങ്ങനെ രണ്ടുപേരും പതിയെ പതിയെ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ജാഹോ കാല് തന്നെ താഴെ വീഴാൻ പോയി. സിയ അവനെ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷെ അയാളുടെ കയ്യിൽ നിൽക്കുന്നില്ല. അവസാനം അവൻ കൈവിട്ട് പോകാറായതും അവിടെ ജിഫ എത്തി അവനെ രക്ഷിച്ചു. ശേഷം മര്യാദയ്ക്ക് ആ സ്ക്രോൾ തരാൻ പറഞ്ഞ് ജാഹോ സിയോയ്ക്ക് നേരെ വാളെടുത്തു. അപ്പോഴേക്കും അവിടെ നെസയും യാങ്ങും എത്തി. ജാഹോയെ നെസ ഒരു മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് സിയയെയും കൊണ്ട് അവിടെ നിന്നും പോയി. ശേഷം സിയയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടി അവരൊരിടത്ത് ചെന്നിരുന്നു. അപ്പോൾ ഈ മനുഷ്യരെല്ലാം വെറും വേസ്റ്റുകളാണ്, ഇവരെയൊക്കെ സഹായിക്കാമെന്ന നമ്മളാണ് മന്ദബുദ്ധികള്, നമുക്ക് ഈ സ്ക്രോളും കൊണ്ട് തിരിച്ചു പോവാം എന്ന് നെസ പറഞ്ഞു. എന്നാൽ ഇൻഷോയുടെ മകൻ ജാഹോ നല്ലവനാണ്. ഇൻഷോയ്ക്ക് ശേഷം അവനാണ് ചക്രവർത്തി ആകേണ്ടത്. പക്ഷെ ഇൻഷോ തീയിൽ ചാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ജാഹോയെ ചക്രവർത്തിയാക്കണം, എന്നിട്ട് നമുക്കിത് അവനെ ഏൽപ്പിക്കാമെന്ന് സിയ പറഞ്ഞു. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സമീപത്തെവിടെയോ എന്തോ ഒരു ഡീമന്റെ ശബ്ദം കേട്ടു. ഈ സമയം ചാങ്ങും കൂട്ടരും ആ കാട്ടിലൂടെ വരുന്നുണ്ടായിരുന്നു. സമീപത്തെവിടെയോ ഏതോ കുഞ്ഞ് കരയുന്ന പോലത്തെ ശബ്ദം കേട്ട് ചാങ് അങ്ങോട്ട് പോയി നോക്കി. അവിടെ ഏതോ ഒരു ഡീമന്റെ കുഞ്ഞ് കിടക്കുന്നത് കണ്ടു. അതിനെ ഡീമൻ ഉപേക്ഷിച്ചു പോയതാണെന്ന് ചാങ്ങിന് മനസ്സിലായി. ചാങ് അതിനെ എടുത്ത് കയ്യിൽ വെച്ച് കൊഞ്ചിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ ഇടി വെട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മിന്നലിന്റെ മകൻ എന്ന അർത്ഥത്തിൽ ചാങ് ആ കുഞ്ഞിന് ലെയ് സെൻസി എന്ന് പേര് നൽകി. അധികം വൈകാതെ ആ 3 പേരും അവിടെ എത്തി. അതൊരു ഡീമന്റെ കുട്ടിയാണ്. അത് വളർന്നൊരു കുഴപ്പമായി മാറുന്നതിന് മുന്നേ ഇപ്പൊ തന്നെ അതിനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാമെന്ന് യാങ് പറഞ്ഞു. പക്ഷേ ഡീമൺ കുഞ്ഞായാലും മനുഷ്യ കുഞ്ഞായാലും കുഞ്ഞിലെ നമ്മൾ വളർത്തുന്ന രീതി പോലെ ആയിരിക്കും അത് വലുതാകുമ്പോഴും പ്രവർത്തിക്കുന്നതെന്നാണ് ചാങ്ങിന്റെ അഭിപ്രായം. സിയയും അതാണ് ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കുഞ്ഞിനെ കുൻലുനിലേക്ക് അയച്ചാൽ അവിടെ ദൈവങ്ങളുടെ നേതൃത്വത്തിൽ അവൻ നല്ലവനായിട്ട് വളരുമെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നിസയോട് പറഞ്ഞു. അങ്ങനെ അവൾ അതിനെയും കൊണ്ട് പോയി. ശേഷം നിങ്ങൾ എന്തിനാണ് സാവൂഗിൽ പോകുന്നതെന്ന് ചാങ്ങിനോട് ചോദിച്ചപ്പോൾ ചാങ് കാര്യം പറഞ്ഞു. 4 രാജാക്കന്മാരും സാവൂഗിലേക്ക് വരുമെന്ന് അറിഞ്ഞതും സിയയ്ക്കൊരു ഐഡിയ തോന്നി. ഈ ഒരു കാട്ടിലൂടെ ആയിരിക്കും എല്ലാവരും വരുന്നേ. അതുകൊണ്ട് ബാക്കിയുള്ളവരും കൂടെ വരുന്നത് വരെ നമുക്കിവിടെ നിൽക്കാം. നിങ്ങൾ എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് സിയ ചാങ്ങിനോടൊപ്പം അവിടെ കാത്തിരുന്നു. ശേഷം എല്ലാവരും എത്തിയപ്പോൾ അയാൾ കാര്യം അവതരിപ്പിച്ചു. സംഭവം ഈ 4 പേരും കൂടെ വിചാരിച്ചാൽ ചക്രവർത്തിയെ അധികാരത്തിൽ നിന്ന് മാറ്റി അടുത്ത അവകാശിയെ, അതായത് ജാഹോയെ ചക്രവർത്തിയാക്കാൻ കഴിയും. ഇൻഷോ ദുഷ്ടനാണെന്ന കാര്യമൊക്കെ 4 പേർക്കും അറിയാം. അത് മാത്രമല്ല അയാൾ എന്തായാലും തീയിൽ ചാടി മരിക്കില്ലെന്നും അവർക്കറിയാം. അതുപോലെ അധികാരത്തിൽ വരാൻ വേണ്ടി മുൻപത്തെ ചക്രവർത്തിയെയും മൂത്ത മകനെയും തീർച്ചയായും ഇൻഷോ തന്നെ ആയിരിക്കും കൊന്നതെന്നാണ് ഇവര് സംശയിക്കുന്നത്. അതുകൊണ്ട് അയാളെ താഴെ ഇറക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരുടെയും ഒരു മകൻ ചക്രവർത്തിയുടെ പക്കലായതുകൊണ്ട് ചക്രവർത്തിക്കെതിരെ നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ മക്കളെ ചിലപ്പോൾ കൊന്നുകളഞ്ഞാലോ എന്ന് പേടിച്ച് ആരും തന്നെ ഇൻഷോയെ എതിർക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ശാപം ഇപ്പോൾ സാമ്രാജ്യം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നോർത്തിൽ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങുന്നു. ഈസ്റ്റിൽ ജലം മുഴുവൻ വിഷാംശം നിറഞ്ഞതാകുന്നു. സൗത്തിൽ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു പോവുകയാണ്. വെസ്റ്റിലാണെങ്കിൽ ധാന്യങ്ങളെല്ലാം നശിച്ചു പോകുന്നു. അങ്ങനെ ആകെ മൊത്തം പ്രശ്നങ്ങളാണ്. ഇനിയും കൂടുതൽ വൈകിയാൽ നിങ്ങളുടെ ഒരു മകന്റെ ജീവന് പുറമെ നിങ്ങളുടെ രാജ്യങ്ങൾ മുഴുവൻ നശിക്കുമെന്ന് സിയ പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ രണ്ടും കൽപ്പിച്ച് ചക്രവർത്തിക്കെതിരെ തിരിയാമെന്ന് 4 പേരും കരുതി. പക്ഷെ ആ സമയത്തിലാണ് അവിടെ ജിഫ കുറെ പടയാളികളെയും കൊണ്ട് വന്നത്. ഭാഗ്യത്തിന് കൃത്യസമയത്ത് സിയ നൈസായിട്ട് തടി തപ്പിയതുകൊണ്ട് അയാള് രക്ഷപ്പെട്ടു. ചക്രവർത്തിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും പറഞ്ഞ് 4 പേരെയും അവര് പിടിച്ചുകെട്ടി സാവൂഗിൽ കൊണ്ടുപോയി. എന്തിനാണ് നിങ്ങൾ എനിക്കെതിരെ തിരിഞ്ഞതെന്ന് ഇൻഷോ ചോദിച്ചപ്പോൾ അവര് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇൻഷോ, ഞാൻ കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ തീയിൽ ചാടി മരിക്കും. അത് ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല. പിന്നെ എന്റെ അച്ഛനെയും സഹോദരനെയും കൊന്നത് അതെന്തായാലും ഞാനല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് തന്നെ ചോദിച്ചു നോക്ക്. അവരും അന്ന് അവിടെ ഉണ്ടായിരുന്നല്ലോ. ചാങ്, നിന്റെ മോനാണ് എന്റെ സഹോദരനെ കൊന്നത്. അപ്പൊ നിന്റെ മോനും വഞ്ചകനാണെന്നാണോ നീ പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് 4 പേരോടും കുറെ ദേഷ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യമാണ്, ഞങ്ങളെല്ലാം അതൊക്കെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് 4 പേരുടെയും മക്കളും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇൻഷോ, കേട്ടില്ലേ, നിങ്ങളുടെ മക്കൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമായി കാണുമല്ലോ. വെറുതെ അനാവശ്യമായിട്ട് നിങ്ങൾ എന്നെ കുറ്റക്കാരനാക്കിയില്ലേ? എനിക്കെതിരെ പ്രവർത്തിച്ച് രാജ്യദ്രോഹ കുറ്റം ചെയ്യാൻ തീരുമാനിച്ചില്ലേ? നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവസാനം സ്വന്തം മക്കളടുത്ത് തന്നെ നിങ്ങളുടെ അച്ഛന്മാരെ കൊന്നുകളയാൻ ആജ്ഞാപിച്ചു.
രാജകൽപ്പനയായതുകൊണ്ട് അനുസരിക്കാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് കൽപ്പിച്ചു തീർന്നതും ലിയു ചെന്ന് പുല്ല് പോലെ അവന്റെ അച്ഛനെ അങ്ങ് തട്ടി. ഉടനെ അവനെ നോർത്തിലെ രാജാവാക്കി ഇൻഷോ പ്രഖ്യാപിച്ചു. പക്ഷെ ബാക്കിയുള്ളവർക്ക് അതിന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ഒരുത്തൻ ചക്രവർത്തിയെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ അവനെയും അവന്റെ അച്ഛനെയും ചക്രവർത്തി കൊന്നുകളഞ്ഞു. മൂന്നാമത്തവൻ മടിച്ചു നിൽക്കുന്നത് കണ്ട് അവന്റെ അച്ഛൻ തന്നെ മുന്നോട്ട് വന്ന് അവന്റെ കൈ പിടിച്ച് നെഞ്ചത്ത് കത്തികേറ്റി. അപ്പോൾ അവനെ സൗത്തിലെ രാജാവായിട്ട് പ്രഖ്യാപിച്ചു. അവസാനം ജിഫ മാത്രം ബാക്കി. അവൻ തന്റെ അച്ഛനു വേണ്ടി ചക്രവർത്തിയോട് കെഞ്ചി. ഇൻഷോയുടെ ഏറ്റവും ഫേവറേറ്റ് ആയ പടയാളിയാണ് ജിഫ. അത് മാത്രമല്ല, ജിഫയാണ് ഈ 4 പേരെയും പിടിച്ചത്. അതുകൊണ്ട് അതിന്റെ പ്രതിഫലമായിട്ട് ചാങ്ങിനെ കൊല്ലുന്നതിന് പകരം അയാളെ കാരാഗൃഹത്തിൽ അടയ്ക്കാൻ ഇൻഷോ കൽപ്പിച്ചു. അന്ന് രാത്രി ഇൻഷോയും ഫോക്സും കുളത്തിൽ നീരാടുന്ന സമയത്ത് അവന്റെ ഭാര്യ ഒരു കത്തിയും കൊണ്ട് വന്നിട്ട്, എന്റെ സഹോദരനെ നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ, നിങ്ങൾ വെറും ദുഷ്ടനാണ് എന്നൊക്കെ പറഞ്ഞ് അയാളെടുത്ത് ദേഷ്യപ്പെട്ടു. സംഭവം, ഇവള് നോർത്തിലെ രാജാവിന്റെ സഹോദരിയാണ്. നീ വന്നതിന് ശേഷമാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതെന്നും പറഞ്ഞ് അവള് ഫോക്സിനെ കൊല്ലാൻ വെള്ളത്തിൽ ചാടി. പക്ഷെ അവളെ ഫോക്സ് കൊന്നുകളഞ്ഞു. അമ്മയെ കൊന്ന വാർത്ത അറിഞ്ഞ് ജാഹോ ഫോക്സിനെ കൊല്ലാൻ വന്നു. പക്ഷെ അവൻ തന്നെ കൊല്ലാൻ വന്നതാണെന്ന് കരുതി ഇൻഷോ അവനെ എതിർത്തു. ഇവളൊരു ഡീമനാണെന്ന് ജാഹോ പറയുന്നുണ്ട്. പക്ഷെ ഇൻഷോ അതൊന്നും വകവെക്കാതെ അവനെ പിടിച്ചുകെട്ടാൻ ഗാർഡ്സിനോട് ആജ്ഞാപിച്ചു. അവൻ വേഗം അവിടുന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടോ ഓടിപ്പോയി. ആരും കാണാതെ അവനെ രക്ഷപ്പെട്ടു പോകാൻ ജിഫ അവനെ സഹായിക്കുകയും ചെയ്തു. ശേഷം അടുത്ത ദിവസം ഇക്കാവോ സാവോഗിലെത്തി. അച്ഛനെ കാരാഗൃഹത്തിൽ അടച്ച വാർത്ത കേട്ടിട്ട് അച്ഛനെ വെറുതെ വിടുമോ എന്ന് രാജാവിനോടൊന്ന് അപേക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അവൻ വന്ന് സഹോദരനുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സഹോദരന് വേണ്ടി സ്നോ ഡ്രാഗൺസ് എന്ന് പറയപ്പെടുന്ന 2 വെള്ള കുതിരകളെയൊക്കെ അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പണ്ട് ചാങ് 2 പേർക്കും ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതായിരുന്നു. ഉടമസ്ഥനോട് ഭയങ്കര സ്നേഹവും ലോയലുമായ കുതിരകളാണിവ. അതിനു പുറമെ നല്ല ബുദ്ധിയുമുണ്ട്. ശേഷം അന്ന് വൈകുന്നേരം ഇക്കാവോ ചക്രവർത്തിയെ കാണാൻ പോയി. എന്റെ അച്ഛനെ വെറുതെ വിടണം, വേണമെങ്കിൽ അച്ഛന് പകരം എന്റെ ജീവൻ എടുത്തോളൂവെന്ന് ഇക്കാവോ പറഞ്ഞു. അത് കേട്ടതും ഇൻഷോ ഒരു വഞ്ചനയുടെ ചിരി ചിരിക്കുന്നുണ്ട്. ശേഷം ഇൻഷോ ചാങ്ങിനെ കാണാൻ പോയി. അയാൾക്ക് വേണ്ടി നല്ല ഭക്ഷണമൊക്കെ കൊണ്ടാണ് പോകുന്നേ. നല്ല വിശപ്പ് കൊണ്ട് അയാൾ അത് കഴിക്കുകയും ചെയ്തു. എന്നാൽ കഴിച്ചു തീർന്നപ്പോഴാണ് ഇൻഷോ സത്യം പറയുന്നേ. ഇപ്പൊ കഴിച്ചത് യഥാർത്ഥത്തിൽ ഇക്കോവായുടെ ശരീരമാണ്. അത് കേട്ട് ചാങ് തകർന്നുപോയി. അദ്ദേഹത്തിന് സങ്കടവും ദേഷ്യവും ഒക്കെ സഹിക്കാൻ പറ്റിയില്ല. നീ ഒരു രാക്ഷസൻ തന്നെന്ന് കരഞ്ഞുകൊണ്ട് ചാങ് അലറി. അപ്പോൾ ഇൻഷോ, നിന്നെ വെറുതെ വിടാൻ വേണ്ടി നിന്റെ മോനാണ് ജീവൻ തരാന്ന് പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ അതങ്ങ് എടുത്തു, അത്രേ ഉള്ളൂ, നാളെ തന്നെ നിന്നെ ഞാൻ റിലീസ് ചെയ്തേക്കാം എന്ന് കൊല ചിരിയോടെ പറഞ്ഞു. ഈ സമയം സിയ ജിഫയെ കാണാൻ വന്നു. എന്നെ നീ ജാഹോയുടെ പക്കൽ കൊണ്ടുപോകണം, അവനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് സിയ പറഞ്ഞു. അയാളെ അത്ര വിശ്വാസമില്ലാത്തതുകൊണ്ട് അയാളെ പിടിച്ച് കെട്ടിയാണ് ജാഹോ ഒളിച്ചിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയത്. സാവോഗിൽ തന്നെ നേരത്തെ കണ്ട സിദ്ധന്റെ അമ്പലത്തിലാണ് ജാഹോ ഒളിച്ചിരുന്നത്. നിന്റെ അച്ഛൻ വെറും ദുഷ്ടനാണ്. സാമ്രാജ്യത്തിന് വേണ്ടി അയാൾ നിന്നെ കൊല്ലാനും മടിക്കില്ല. പക്ഷേ നീ നല്ലവനാണ്. നീ അടുത്ത ചക്രവർത്തി ആയാൽ ഈ സാമ്രാജ്യം രക്ഷപ്പെടും. അതുകൊണ്ട് നിന്നെ കുൻലുനിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ നീ സേഫ് ആയിരിക്കും എന്നൊക്കെ സിയ ജാഹോയുടെ അടുത്ത് പറഞ്ഞു. എന്നാൽ തന്റെ അച്ഛൻ ആ കൂടെയുള്ള ഡീമൺ പെണ്ണിന്റെ മന്ത്രത്തിൽ കുടുങ്ങിയിരിക്കുകയാണെന്നും അത് അച്ഛൻ അറിയില്ല. അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ദുഷ്ടപ്രവൃത്തികളൊക്കെ ചെയ്യുന്നതെന്നും അല്ലാതെ എന്റെ അച്ഛൻ നല്ലവനാണെന്നുമാണ് ജാഹോ പറയുന്നത്. പക്ഷെ കാര്യം എന്താന്ന് വെച്ചാൽ അവള് തന്നെയാണ് ഫോക്സ് ഡീമൺ എന്ന കാര്യത്തില് വേറെ ആർക്കും ഉറപ്പില്ല. ജാഹോ മാത്രമേ അവളുടെ ദേഹത്ത് ഡീമൺ കയറി പോകുന്നത് കണ്ടിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ നാളെ അവളെയും ചക്രവർത്തിയെയും ഞാൻ ഇവിടെ വിളിച്ചു വരുത്താമെന്നും ഈ അമ്പലത്തിന്റെ ശക്തി കാരണം ഞാൻ ചില മന്ത്രങ്ങൾ പറയുമ്പോൾ അവളുടെ ദേഹത്ത് ഡീമൻ ഉണ്ടെങ്കിൽ അത് പുറത്തു വരും. അത് കാണുമ്പോൾ ചക്രവർത്തി സത്യങ്ങളൊക്കെ മനസ്സിലാക്കുമെന്നും സിദ്ധൻ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ പറഞ്ഞതുപോലെ തന്നെ ചാങ്ങിനെ ഇൻഷോ വെറുതെ വിട്ടു. എന്നിട്ട് ഫോക്സിനെയും കൊണ്ട് അമ്പലത്തിൽ വന്നു. അവിടെ ജാഹോയും ഉണ്ടായിരുന്നു. സത്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇൻഷോ തന്നെ വെറുതെ വിടുമെന്നാണ് അവൻ കരുതുന്നത്. അവിടെ വെച്ച് സിദ്ധൻ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞതും അവളുടെ ദേഹത്തുള്ള ഡീമൻ പുറത്തു വന്നു. അപ്പോൾ കണ്ടോ, ചക്രവർത്തിക്ക് സത്യം മനസ്സിലായില്ലേ? ഇത്രയും നാള് താങ്കൾ ഈ ഡീമന്റെ മന്ത്രത്തിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. എത്രയും വേഗം ആ ഡീമനെ അങ്ങ് കൊന്നുകളഞ്ഞേക്ക് എന്ന് സിദ്ധൻ പറഞ്ഞു. പക്ഷേ സത്യം എന്താന്ന് വെച്ചാൽ അവളൊരു ഡീമനാണെന്ന കാര്യം പണ്ടേ തന്നെ ഇൻഷോയ്ക്ക് അറിയാമായിരുന്നു. അപ്പോഴാണ് പഴയ ചില ഫ്ലാഷ് ബാക്സ് കാണിക്കുന്നത്. ആദ്യം ആ കല്ലിന്റെ ഉള്ളിൽ ഇൻഷോയുടെ രക്തം പോയില്ലേ, ആ കല്ലിൽ ശരിക്കും ഈ ഫോക്സ് ഡീമനെ പല നൂറ്റാണ്ടുകളായിട്ട് തളച്ചിട്ടിരിക്കുകയായിരുന്നു. ചക്രവർത്തിയുടെ വംശത്തിലുള്ള ആരുടെയെങ്കിലും രക്തം വീണാൽ മാത്രമേ അവൾ ആ കല്ലിൽ നിന്ന് മോചിതയാവുകയുള്ളൂ എന്ന ശാപത്തോടെ ആയിരുന്നു പണ്ട് അവളെ ആരോ തളച്ചിട്ടത്. അന്ന് അവളെ മോചിപ്പിച്ച സമയത്ത് തൊട്ടടുത്ത് സൂഹുവിന്റെ മോളുടെ ശരീരമുണ്ടായിരുന്നു. അങ്ങനെ അവൾ ആ ശരീരത്തിൽ കയറിയതാണ്. എന്നിട്ട് അവളെ മോചിപ്പിച്ചതിന്റെ നന്ദിയായിട്ട് ഇൻഷോയുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അവൾ തീരുമാനിച്ചു. ചക്രവർത്തിയാവുക എന്നതായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി അവളാണ് മൈൻഡ് കൺട്രോൾ ചെയ്യിപ്പിച്ച് അന്ന് ചക്രവർത്തിയെ തന്റെ മൂത്ത മകനെ കൊണ്ട് കൊല്ലിച്ചത്.
തന്റെ അച്ഛൻ വെറും ഒരു ദുഷ്ടനാണെന്ന തിരിച്ചറിവ് ജാഹോയെ വല്ലാതെ വേദനിപ്പിച്ചു. ജാഹോയെ പിടിച്ചുകെട്ടാൻ യിൻഷോ കൽപ്പിച്ചു. കാരണം യിൻഷോയുടെ കാഴ്ചപ്പാടില് അടുത്ത ചക്രവർത്തി ആകാൻ വേണ്ടി അവരെ ജാഹോ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ജാഹോയെ കൊന്നുകളയാൻ യിൻഷോ തീരുമാനിച്ചു. അടുത്ത ദിവസം ജനമധ്യത്തിന് മുന്നിൽ വെച്ച് ജാഹോയുടെ തല വെട്ടാൻ വേണ്ടി തയ്യാറായി നിന്നു. എന്നാൽ അവന്റെ തല വെട്ടാൻ പടയാളി കത്തി വീശിയതും പെട്ടെന്നാരോ ആ പടയാളിയെ അമ്പെയ്തു. നോക്കിയപ്പോൾ അത് സൗത്തിലെ രാജാവാണ്, അതായത് പുതിയ രാജാവ്. തൊട്ടു പിന്നാലെ ലിയുവിന്റെ പടയാളികൾ ഒഴികെ ബാക്കി 3 രാജ്യത്തിന്റെയും മുഴുവൻ പടയാളികളും യിൻഷോയ്ക്കെതിരെ തിരിഞ്ഞു. ജിഫയും ചക്രവർത്തിയുടെ കഴുത്തിൽ കത്തിവെച്ചു. അങ്ങനെ ചക്രവർത്തിയുടെ പടയാളികളും ലിയുവിന്റെ പടയാളികളും ചേർന്ന് 3 രാജ്യത്തിന്റെയും പടയാളികളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. മര്യാദയ്ക്ക് ജാഹോയെ വെറുതെ വിടാൻ കൽപ്പിക്ക്, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞ് ചക്രവർത്തിയെ ജിഫ ഭീഷണിപ്പെടുത്തി. പക്ഷേ അവരെ വീണ്ടും കൊന്നുകളയാനാണ് അയാൾ കൽപ്പിച്ചത്. അത് കേൾക്കേണ്ട താമസം ലിയു തന്നെ നേരിട്ട് ചെന്ന് ജാഹോയുടെ തലയങ്ങ് വെട്ടിക്കളഞ്ഞു. ജിഫയും സിയയും എല്ലാവരും ഷോക്കിലായി പോയി. അങ്ങനെ ജിഫയുടെ ശ്രദ്ധയൊന്നും മാറിയതും ചക്രവർത്തി അവനെ അടിച്ച് തള്ളിയിട്ടു. ശേഷം അയാളും ജിഫയും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റായി. അതിനിടയിൽ അവിടെ നെസയും യാങ്ങുമെത്തി. 2 കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന ജാഹോയെ കണ്ട് അവരാകെ വിഷമത്തിലായി. അവൻ മരിച്ചു കിടക്കുന്നത് നോക്കണ്ട, എത്രയും വേഗം അവനെ നിങ്ങൾ കുള്ളലിലോട്ട് കൊണ്ടുപോ, ദൈവങ്ങൾ അവനെ രക്ഷിക്കും എന്ന് സിയെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവനെയും എടുത്തോണ്ട് പോയി. കുറെ നേരത്തെ ഫൈറ്റിനൊടുവിൽ അവസാനം ജിഫ യിൻഷോയെ താഴെ തള്ളിയിട്ട് കൊന്നുകളഞ്ഞു. അങ്ങനെ ചക്രവർത്തി പടമായി. ചക്രവർത്തി തീർന്നതും അദ്ദേഹത്തിന്റെ കൂടെ നിന്നത് ഞാൻ മാത്രമാണ്, അതുകൊണ്ട് ഇനി ഞാനാണ് ചക്രവർത്തി എന്നും പറഞ്ഞ് ലിയു സ്വയം അവനെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. എന്നിട്ട് വേഗം ജിഫയെ പിടിച്ചുകെട്ടാൻ പടയാളികളോട് ആജ്ഞാപിച്ചു. ജിഫ അവന്റെ സ്നോ ഡ്രാഗനെ വിളിച്ചു വരുത്തി വേഗം അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പോകുന്ന വഴിക്ക് സിയയെ കണ്ടപ്പോൾ അയാളെയും കുതിരയിൽ കയറ്റി. എന്നാൽ അപ്പോഴാണ് അവിടെ ഷെങ് വന്നത്. സിയയുടെ പക്കൽ നിന്നും ആ സ്ക്രോള് കൈക്കലാക്കാനാണ് അവൻ വന്നിരിക്കുന്നത്. അയാള് കുതിരപ്പുറത്ത് പോകുന്നത് കണ്ട് ഷെങ് 2 വലിയ പ്രതിമകളെ ജീവൻ വെപ്പിച്ച് സിയയുടെ പിന്നാലെ അയച്ചു. കുറെ ദൂരം പോയിട്ട് നേരത്തെ കണ്ട കാട്ടിലെത്തിയപ്പോൾ സിയയുടെ തൊപ്പി വാങ്ങി തലയിൽ വെച്ചിട്ട് ജിഫ അയാളെ ഒരിടത്ത് ഇറക്കി വിട്ടു. തൊപ്പി ഇരിക്കുന്നത് കണ്ട് അത് ജിഫയാണെന്ന് കരുതി 2 മോൺസ്റ്റേഴ്സും അവനെ തുരത്തി. ഈ സമയം ചാങ് സിക്കിയിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ പോകുന്ന വഴിക്ക് ചിലർ അയാളെ തടഞ്ഞു. ഇവൻ രാജ്യദ്രോഹിയാണ്, അതുകൊണ്ട് ഇവനെ കൊല്ലണമെന്നും പറഞ്ഞ് അവരെല്ലാം ചാങ്ങിനെ ആക്രമിക്കാൻ വന്നു. എന്നാൽ പെട്ടെന്നൊരു രാക്ഷസ ജീവി വന്ന് ചാങ്ങിനെ രക്ഷിച്ചു. അത് ശരിക്കും നേരത്തെ ചാങ് രക്ഷിച്ച ലെയ് സെൻസിയാണ്. ലെയ് സെൻസി സേഫായിട്ട് ചാങ്ങിനെ സിക്കിയിൽ കൊണ്ടുവിട്ടു. ഇവിടെ ജിഫയെ തുരത്തുന്നതിനിടയിൽ മോൺസ്റ്റേഴ്സ് മരങ്ങളിൽ ഇടിച്ച് നശിച്ചുപോയി. ശേഷം അവനും നേരെ സിക്കിയിലേക്കാണ് പോയത്. അവിടെ അവന്റെ അച്ഛൻ അവനെയും കാത്തു കിടക്കുകയായിരുന്നു. അവനെ കണ്ടതും ചാങ്ങിന് ഒരുപാട് സന്തോഷമായി. ആ സന്തോഷത്തോടെ സിനിമ അവസാനിക്കുകയാണ്. അപ്പോൾ കഥ പകുതി വെച്ച് തീർന്നതുപോലെ നമുക്ക് തോന്നും, കാരണം ഇത് ശരിക്കും ഫസ്റ്റ് പാർട്ടാണ്. ഇനി ഇതിന്റെ അടുത്ത ഭാഗം ഈ വർഷം റിലീസ് ആകുമെന്നാണ് പറയുന്നത്. എന്തായാലും പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഫോക്സ് ഡീമൻ യിൻഷോയുടെ ദേഹത്ത് വന്നിരുന്ന് നക്കുമ്പോൾ അവന് ജീവൻ വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വീണ്ടും മറ്റൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനില് നോർത്തിലെ മഹായുദ്ധം ജയിച്ചിട്ട് ഷാങ് സാമ്രാജ്യത്തിന്റെ കമാൻഡർ തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഏത് യുദ്ധമാണെന്നോ ഇത് ശരിക്കും ആരാണെന്നോ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് മനസ്സിലാകില്ല. അയാൾക്ക് 3 കണ്ണുകളൊക്കെയുണ്ട്. അയാൾക്കൊപ്പം കുറെ ജൈൻസും വളരെ വലിയൊരു പടയുമുണ്ട്. അപ്പോൾ അടുത്ത സിനിമ ഇതിനേക്കാൾ ഒരുപാട് ബ്രഹ്മാണ്ഡമായിരിക്കുമെന്ന് സാരം. ആ രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണ്. അപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ ഇതുപോലെ അടുത്തൊരു ഗംഭീര സിനിമയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.